ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ 26. അപ്പോൾ ജൂൺ 26-ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ 5ാം ഘട്ടത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 2026 ജനുവരി 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായിരിക്കും ഇത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം അതാത് ജില്ലകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കും. ആർട്ട് ഡയറക്ഷൻ ദ വേ ഓഫ് ഇൻസ്പിറേഷൻ എന്ന പ്രോഗ്രാം കോളേജ് തലത്തിൽ സംഘടിപ്പിക്കും. എല്ലാ ക്യാമ്പസുകളിലും ഒരേ സമയം ആ പരിപാടിയുടെ ലോഞ്ചിങ് മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സിനിമാ പ്രവർത്തകർ മുതലായവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കും. വിവിധ NGOകളും അതിൽ സഹകരിച്ചു എന്ന് വരും. റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് എൻ്റെ കുടുംബം ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും. 3 മാസത്തിനുള്ളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പരമാവധി കുടുംബങ്ങളെ ലഹരിമുക്ത കുടുംബമാക്കുകയും ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സമ്മാനം നൽകും. സ്കൂൾ കോളേജ് തലത്തിൽ NSS, SPC, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ തലങ്ങളിൽ സ്കൂൾ പാർലമെൻറ്റ് സംഘടിപ്പിക്കും. ലഹരിമുക്ത സുരക്ഷിത വിദ്യാലയം, കുട്ടികളുടെ അവകാശം എന്ന പ്രമേയം അവതരിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും രാവിലെ 11 മണിക്ക് ഓഫീസ് മേധാവി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതാണ്. കേരളം ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജൂൺ 10 മുതൽ 16 വരെയുള്ള കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 13,700 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 730 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 769 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 378 ഗ്രാം MDMA-യും 24 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 274 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ജൂൺ 8 മുതൽ ജൂൺ 14 വരെ 19.9 എന്നുവെച്ചാൽ 20 തന്നെ അടുത്ത് തന്നെ 19 കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി. 20.71 ഗ്രാം MDMA-യും 0.6 ഗ്രാം മെത്താഫിറ്റമിനും എക്സൈസ് പിടികൂടി. 238 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 221 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ചിട്ടുള്ളത്. വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ
വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ പ്രവർത്തന പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണ സംവിധാനങ്ങളൊരുക്കൽ, ഇവയെല്ലാമാണ് പ്രധാനം. സ്കൂൾ തലത്തിലെ ജാഗ്രതാ പ്രവർത്തനങ്ങൾ, ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന പോലെ രക്ഷാകർത്താക്കളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിശീലന പരിപാടികളിൽ രക്ഷാകർത്താക്കളെ കൂടി ഉൾപ്പെടുത്തി മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യമുണ്ടാകൽ പ്രധാനമാണ്. അത് കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ ഈ സാമൂഹ്യ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൗമാര വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് SCERT പ്രത്യേക പുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിലുപരിയായി കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമോത്സുകതയും തിരിച്ചറിയുന്നതിനും ആവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായുള്ള പ്രാഥമിക കൗൺസിലിംഗ് നൽകുന്നതിന്, അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിന് ഉള്ള പരിശീലനങ്ങൾ തുടരുകയാണ്. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായി സ്കൂളുകളിൽ എക്സൈസിൻ്റെ സഹായത്തോടെ ആൻറ്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രതാ ബ്രിഗേഡ് എന്ന രീതിയിൽ 30 മുതൽ 50 വരെ കുട്ടികളുടെ ഗ്രൂപ്പ് രൂപപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങളിൽ പിയർ ഗ്രൂപ്പ് സഹായത്തോടെ സമീപനം നടത്തുക, ട്രിഗർ ക്ലസ്റ്ററുകളും ക്യാമ്പസ് കമ്മ്യൂണിറ്റി വില്ലേജിലെ മയക്കുമരുന്ന് പ്രചാരണത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിറ്റി സംവാദങ്ങൾ സംഘടിപ്പിക്കുന്ന വർജ്യം പാർലമെൻറ്റും നടപ്പാക്കുന്നു. കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്താനും വ്യക്തിത്വ വികാസത്തിനുമായി ജീവിതോത്സവം 2025 എന്ന പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രവർത്തനാധിഷ്ഠിതവും പരിവർത്തനോന്മുഖവുമായ ചാലഞ്ചുകളുടെ രൂപത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ 21 ദിനങ്ങളിലായി സംഘടിപ്പിക്കും. പരിപാടിയുടെ സമാപന വേളയിൽ ജീവിതോത്സവം 2025 എന്ന പേരിൽ സ്റ്റേറ്റ് ഇൻ്റഗ്രേഷൻ കാർണിവൽ സംഘടിപ്പിക്കും. ലഭ്യമായ പരാതികൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രധാന അധ്യാപകൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക ആരോഗ്യക്ഷമതക്കും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സുംബ പോലുള്ള വ്യായാമ മുറകൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ജനങ്ങളുടെ മറ്റു കൂട്ടായ്മകളും എല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ലഹരി വിപത്തിനെതിരെ അണിനിരക്കുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വാർഷിക പരിപാടിയിൽ തന്നെ ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണവും ജാഗ്രതയും ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലഹരിമുക്ത കോഴിക്കോട് എന്ന ഈ സംയോജിത പദ്ധതിയുടെ ഭാഗമായി
കോഴിക്കോട് ജില്ലയിലെ 20 ലക്ഷം ആളുകളെ അണിനിരത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ടു മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ ഒരു ജനകീയ പ്രതിജ്ഞാ പരിപാടി നടത്താൻ പോവുകയാണ്. ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൃഹത്തായ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും അതിൽ പങ്കുചേരുന്ന ജനങ്ങൾക്കും ഹാർദമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ. മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയ ജനകീയ ക്യാമ്പയിനും മികച്ച മാതൃകയാണ് നാടിന് സമ്മാനിച്ചത്. ഏപ്രിൽ 16-ന് തുടക്കമിട്ട മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഒന്നാം ഘട്ടം മെയ് 28 നടന്ന അതിവിപുലമായ മാനവ ശൃംഖലയോടുകൂടിയാണ് സമാപിച്ചത്. ക്യാമ്പയിന് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളാണ്. ഈ ജനകീയ മാതൃകകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനും സമാനമായ പരിപാടികൾ വ്യാപിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുകയാണ്. കാലവർഷം ആരംഭിക്കുകയും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മെയ് 27 മുതൽ 31 വരെ വ്യാപകമായ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ശക്തി പ്രാപിച്ചേക്കാം. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പരമാവധി 40-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മുൻകരുതലിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ 104 വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. 3772 വീടുകൾ ഭാഗികമായി തകർന്നതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ കേരള തീരത്തിനടുത്തായി ഉണ്ടായ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് കടലിലും കരയിലുമായി അടിയുന്ന വസ്തുക്കളും അതിൻ്റെ അനുബന്ധ വിവരശേഖരണത്തിനുമായി ഒരു വെബ് ആപ്ലിക്കേഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചിട്ടുണ്ട്. വസ്തു കണ്ടെത്തിയ വ്യക്തിയുടെ പേര്, മൊബൈൽ നമ്പർ, കാണപ്പെട്ട വസ്തുവിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, വസ്തു കാണപ്പെട്ട ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ അടുത്ത ലാൻഡ്മാർക്ക്, ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വഴി ശേഖരിക്കുന്നത്. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 65 കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെത്തി. ഇവ വിവിധ പോർട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കോവളം ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ 21 ബാരലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കപ്പലപകടങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് സംശയിക്കുന്ന 2 ബാരലുകൾ കൊല്ലം ജില്ലയിലെ ആലപ്പാട്, കാസർഗോഡ് ജില്ലയിലെ കുമ്പള, കോയിപ്പാടി എന്നിവിടങ്ങളിൽ കരക്കടിഞ്ഞിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വൻഹായ് 503 കപ്പൽ നിലവിൽ കേരള തീരത്ത് നിന്ന് 57 നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ദൂരത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. കപ്പലിൽ ഇപ്പോഴും തീയും പുകയും ഉള്ളതായാണ് റിപ്പോർട്ടുകൾ. കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്കുഭാഗത്തും
ആലപ്പുഴ, കൊല്ലം ജില്ലയുടെ തീരങ്ങളിലുമായി വന്നടിയാൻ സാധ്യതയുള്ളതായി കോസ്റ്റ് ഗാർഡ്, ITOPF എന്നിവരിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കപ്പലിൽ നിന്ന് വീണത് എന്ന് സംശയിക്കുന്നതായ ഒരു വസ്തുവും കടൽ തീരത്ത് കണ്ടാൽ സ്പർശിക്കാൻ പാടില്ല. 200 മീറ്ററെങ്കിലും അകലം പാലിച്ച് മാത്രം നിൽക്കണം. ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ 112 വിളിച്ച് വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.